രാധേ കൃഷ്ണ. ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഡെത്ത് എന്ന മേജർ ആർക്കാന കാർഡാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പരിവർത്തനത്തെ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപക്ഷെ അത് സാമ്പത്തികമായോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങളോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായോ ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നഷ്ടങ്ങളെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ നന്നായിട്ടൊന്ന് ഒന്ന് കരുതിയിരിക്കാനും അതിനെയൊക്കെ പ്ലാൻ ചെയ്ത് ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി പഴയ കാര്യങ്ങളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെയൊക്കെ മറക്കേണ്ടതിനെയൊക്കെ മറന്ന് അവസാനിപ്പിക്കേണ്ടതിനെയൊക്കെ അവസാനിപ്പിച്ച് പുതിയത് തുടങ്ങി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജായി പറയുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് 3 ഓഫ് സോഡ്സ് ആണ്. അതായത് നിങ്ങളുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്ത കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളെയാണ് ഇവിടെ കുറിക്കുന്നത്. അതായത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിന്ന് പറ്റിയിട്ടുള്ള വിശ്വാസവഞ്ചന, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ മറ്റുള്ളവർ പെരുമാറാതിരുന്നാലുണ്ടാകുന്ന മാനസിക വിഷമങ്ങളൊക്കെയാണ് ഇവിടെ കുറിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ ഓവർകം ചെയ്ത് കൈകാര്യം ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചപ്പോൾ വന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ പുതിയ ഐഡിയകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പാഠങ്ങളിൽ നിന്നൊക്കെ പഴയ എക്സ്പീരിയൻസിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാനും അങ്ങനെ ഭൗതിക വിജയത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ഉന്നതി കണ്ടെത്താനും അങ്ങനെ കോൺഫിഡൻ്റായി പുതിയ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വളരെയധികം ഭൗതിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. താങ്ക് യു.